ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാൻ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ കേളകത്ത് സാൻറ് ജോസ് പള്ളിയുടെ മുറ്റത്താണുള്ളത്. ഇന്നെൻ്റെ വീഡിയോയിൽ പാതിര കുർബാനയും ഉണ്ണിയേശുവിൻ്റെ പിറവിയും ഒക്കെയാണ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന നല്ലൊരു ഗ്രോട്ടോയാണ്. പിന്നെ മാതാവിൻ്റെയും ഉണ്ണിയേശുവും ഒക്കെ നിൽക്കുന്ന ഒരു നല്ല മനോഹരമായൊരു ഗ്രോട്ടമാണ് ആ കാഴ്ചകൾ. പള്ളിക്ക് മുന്നിൽ പണിതിരിക്കുന്ന കപ്പേള ആരെയും ഒന്ന് അതിശയിപ്പിക്കും, തീർച്ച. അത്രയും ഭംഗിയുണ്ടതിന്. ആ രൂപവും ശില്പഭംഗിയും എടുത്തു പറയേണ്ടതാണ്. കൂടാതെ പള്ളിയുടെ മുൻവശം തന്നെ വലിയ ഒരു നക്ഷത്രം പണിതു വച്ചിരിക്കുന്നു. എനിക്ക് പുറകിൽ കാണാം സാൻറ് ജോസ് പള്ളീൻ്റെ അവിടെ ഒരു വലിയ നക്ഷത്രവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പള്ളിയിൽ പിറവീൻ്റെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. എനിക്ക് പുറകിൽ നിങ്ങൾ പള്ളീൻ്റെ മുൻവശം കാണാം. പള്ളീൻ്റെ മുൻവശത്തൊരു കൂറ്റൻ നക്ഷത്രം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതാണ് ആ പള്ളീൻ്റെ നല്ലൊരു മനോഹരമായ അട്രാക്ഷൻ. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ കേളകത്ത് ഉള്ള സാൻറ് ജോസ് പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മനോഹരമായ ഈ പള്ളി ഇവിടെ പണിതത് 2005 ഫാദർ ജോയ് തുരുത്തേൽ ആണ്. മെയിൻ റോഡിൽ നിന്നും കുറച്ചകലെയായാണ് പള്ളി പണിതിരിക്കുന്നത്. തറനിരപ്പിൽ നിന്നും ഒരു 2-3 അടി ഉയരത്തിലാണ് പള്ളിയുടെ രൂപകൽപ്പന ചെയ്തു വെച്ചിരിക്കുന്നത്. രൂപകൽപ്പന കാണാൻ വളരെ മനോഹരമാണ്. ഒരു കപ്പലിന്റെ മുൻവശം പോലെ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ച. കൂടാതെ പള്ളിയുടെ മുൻവശം തന്നെ വലിയൊരു നക്ഷത്രം പണിത് വെച്ചിരിക്കുന്നു. അതും വെള്ള കളറിൽ കൂടി ആയതുകൊണ്ട് പള്ളിയുടെ ഭംഗി കുറച്ചുകൂടി ആകർഷണം തോന്നും. ഇരുട്ടിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ രൂപങ്ങൾ നോക്കി നിൽക്കാൻ തോന്നും. അത്രയും ഭംഗിയുണ്ടതിന്. നമ്മളിവിടെ കാണാൻ വന്നിരിക്കുന്നത് ക്രിസ്തുമസിനെ വരവേൽക്കുന്ന പാതിര കുർബാനയും ഉണ്ണിയേശുവിൻ്റെ പിറവിയുമാണ്. പള്ളിയിൽ കുർബാന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളിയുടെ അകവശത്തേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മനോഹരമായൊരു അൽത്താരയാണ്. അതേപോലെ ഇരിപ്പിടങ്ങളും എല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഉണ്ണിയേശുവിനെയും വഹിച്ചുകൊണ്ട്
കാർമികൻ പുൽക്കൂട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉണ്ണിയേശുവിനെ പുൽക്കൂടിലേക്ക് കിടത്തുന്ന ചടങ്ങുകളാണ്. പഴയ കാലഘട്ടത്തിലെ ഒരു പട്ടണത്തെ ഓർപ്പിക്കുന്ന അതേ രീതിയിലാണ് ഒരു വലിയ പുൽക്കൂട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ് അത് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. എടുത്തു പറയാൻ വിറക് കത്തിക്കുന്നത് പോലും അവിടെ അവർ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ആ വിറകിൽ നിന്ന് പുക ഉയരുന്നത് പോലും നമുക്കവിടെ കാണാൻ കഴിയും. പുൽക്കൂടിനോട് ചേർന്ന് തന്നെ ഒരു മരവും അതിൽ നിറയെ ലൈറ്റുകൾ വിട്ട് മനോഹരമാക്കിയിരിക്കുന്ന കാഴ്ചയാണ്. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് സാൻ ജോസ് ചർച്ചിൻ്റെ പാതിരാ കുർബാനയും
ഉണ്ണിയേശു പറഞ്ഞ കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.